ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ അന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പെടുത്തിച്ചൊരു വീഡിയോ ആണ് ഉണ്ടായത്, നോമ്പറക്കുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ആ വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നോമ്പ് 4-നോ 3-നോ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് നോമ്പറക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാവും. അതും ഉമ്മിയാണ് ഉണ്ടാക്കുക, കട്ട്ലേറ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ട സബോള, ഉള്ളി, ഇഞ്ചി അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് തോലൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ട ഉടച്ച് വെച്ചതും പിന്നെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2, 3, 4 സവാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ എന്നും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും മാമിമാർക്ക് എല്ലാവർക്കും കൊടുത്തു വിടും കേട്ടോ. കാരണം ഉമ്മിയുടെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മാമിമാരൊന്നും കട്ട്ലേറ്റ് ഉണ്ടാക്കത്തില്ല ഉമ്മി കൊടുത്തു വിടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഉമ്മിയാണിതെല്ലാം ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ എല്ലാം അരിഞ്ഞും പിടിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ സവാളൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. കട്ട്ലേറ്റ് എടുക്കാൻ നമ്മൾ കുറച്ചധികം സവാള എടുക്കും കേട്ടോ. കാരണം മാമിമാർക്ക് എല്ലാവർക്കും കൊടുത്ത് വിടുന്ന കാരണം കൊണ്ട് സവാള കുറച്ചധികം എടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ ഞാനും ഉമ്മയും വാപ്പയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ നോമ്പറക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് മാത്രമേ അനിയന്മാരുണ്ടാകത്തുള്ളൂ കേട്ടോ. അതിൽ ഒരാൾ പള്ളിയിൽ പോയി നോമ്പറക്കും, പിന്നെ ഒരാൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേണ്ട കട്ട്ലേറ്റ് മാത്രം മതി. അപ്പോൾ ബാക്കി 2 മാമിമാരെ വീട്ടിലേക്കും കൊടുത്തു വിട്ടു. അത് കാരണം കൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് കട്ട്ലേറ്റ് ഒന്നും അവർ വാങ്ങത്തില്ല നമ്മൾ കൊടുത്തു വിടുന്നതുകൊണ്ട്. ഉമ്മിയുടെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റായ കാരണം കൊണ്ട് അവർക്കത് ഇഷ്ടമാണ് കേട്ടോ. കാരണം കൊണ്ട് പിന്നെ നമ്മൾ അവർക്കത് ഉണ്ടാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെഡിയാക്കുകയാണ്. കട്ട്ലേറ്റിന് വേണ്ട ഉരുളൻകിഴങ്ങും അതുപോലെ മുട്ട ബജിക്കേണ്ട മുട്ടയും നമ്മൾ കുക്കറിൽ ഒരുമിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ സവോള എല്ലാം ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ്. ഇനി ഇത് നമ്മൾ മസാല ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് നമുക്കുണ്ട്, എന്നാലും കുറച്ചും കൂടി ബ്രെഡ് പൊടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ട് ഒരു 3-4 ബ്രെഡ് നമ്മൾ പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡെല്ലാം പൊടിച്ചിട്ടുണ്ട്. ബ്രെഡെല്ലാം പൊടിച്ചതിന് ശേഷം പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ നല്ല സവോള അങ്ങനെ വഴറ്റി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയോ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റിനുള്ള. ഇനി ഉമ്മി ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ലപോലെ പരത്തിയെടുക്കും കേട്ടോ. പരത്തിയെടുക്കും മീൻസ് ഉമ്മി ഓരോ ഷേപ്പിലാക്കി എടുക്കും. എന്നിട്ട് പിന്നെ ബ്രെഡിലും ഇതിലൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കും, അതാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ തൊണ്ടൊലിച്ചിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കട്ട്ലേറ്റിന് വേണ്ട ബ്രെഡ് ക്രംസ് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഉമ്മിച്ചിതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ, അതായത് കട്ട്ലേറ്റ് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പാത്രം പിടിച്ചവിടെ ഇരിക്കും. അപ്പോൾ ഉമ്മി അതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് വെച്ച് തരും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പാത്രം പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടെ പോയിട്ട് ഉമ്മിച്ചി മുട്ടയിൽ മുക്കിയിട്ട് തരും. ഞാൻ എന്നിട്ട് അത് ബ്രെഡിൻ്റെ ഇതിൽ പൊതിഞ്ഞിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. അത്രയാണ് പിന്നെ കട്ട്ലേറ്റിൻ്റെ പണിയുള്ളത്. അങ്ങനെല്ലാം പിന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉമ്മയും മുട്ടയിൽ മുക്കിയിട്ട് എനിക്ക് പാത്രത്തിൽ വെച്ച് തരുമ്പോൾ ഞാൻ പിന്നെ അത് ബ്രെഡിൽ കുഴച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ. നെക്സ്റ്റ് പരിപാടി ഇത് പൊരിക്കൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒക്കെ നമുക്ക് പിന്നെ മുട്ട ബജി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ദിവസമൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പിന്നെ കുറേ ടൈമൊക്കെ ഇതിന് വേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഡെയിലി ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ആവുന്നതുകൊണ്ട് അത്ര സമയമൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ അതുപോലെ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് രാത്രിയിലേക്ക് വേണ്ട ചോറിനുള്ള അരി നമ്മളിപ്പോൾ തന്നെ ഇടാം കേട്ടോ. അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡിയായി കിട്ടുമ്പോൾ പിന്നെ രാത്രിയിലേക്ക് എനിക്ക് ചോറാണ്. അത് കാരണം കൊണ്ട് അതും റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഉമ്മിച്ച് മുട്ട ബജിയും കട്ട്ലേറ്റൊക്കെ അത്യാവശ്യം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ പൊരിക്കാൻ. അപ്പോൾ ഇത്രയും പൊരിച്ചത് മാമിമാർക്ക് എല്ലാവർക്കും കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി. എനിക്കിങ്ങനെ നോമ്പായിട്ട് മൊത്തം വീട്ടിൽ തന്നെയാണ്, എവിടേക്കും പോകുന്നൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്താണ് കേട്ടോ. നോമ്പായ കാരണം നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കൂട്ടോ. ആ നേരത്താണെങ്കിൽ വെയിലും ഇല്ല മഴയും ഇല്ല, അങ്ങനെ മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. കാരണം കൊണ്ട് അത്ര ക്ഷീണമൊന്നുമില്ലായിരുന്നു. ഉച്ചക്കൊന്നും എനിക്കത്ര ക്ഷീണം തോന്നുന്നില്ല. പക്ഷെ നോമ്പറക്കാൻ ടൈമാകുമ്പോൾ ഭയങ്കര ഫ്രൂട്ട്സായിട്ട് 2 മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മുന്തിരിത്ത് കഴുകുകയാണ് കേട്ടോ. അത് കൂടാണ്ട് പപ്പായയും പേരക്കായും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മുന്തിരി കഴുകി എടുത്തിട്ട് അതുമാണ് കേട്ടോ ഇന്ന് നമുക്ക് ഫ്രൂട്ട്സായിട്ടുള്ളത്. പിന്നെ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മിച്ചി അതുകൂടെ മുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ട് തണ്ണിമത്തനും കൂടെ മുറിച്ച് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാൻ ഉമ്മച്ചിൻ്റെ അടുത്ത് എല്ലാം കൂടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന്. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ഉമ്മി എന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടാണ്. എല്ലാം ഉമ്മി നല്ല രീതിക്കൊക്കെ വെച്ചതൊക്കെ തന്ന്. അങ്ങനെ പിന്നെ തണ്ണിമത്തനും കൂടെ ഞാൻ മുറിച്ചിട്ട് അതും കൂടി ഇതിൽ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇത്രയൊക്കെയാണുള്ളത്. കടികളായിട്ട് കട്ട്ലേറ്റ് മുട്ട ബജിയും, ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തന്, പപ്പായ, മുന്തിരി, പേരയ്ക്ക, പിന്നെ ജ്യൂസായിട്ട് പഴം ജ്യൂസും ഉണ്ട്. കൂടാണ്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതുകൊണ്ട് പപ്പായ ജ്യൂസ് അടിച്ചത് വേണ്ടി കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ടേബിളിൽ കൊണ്ടുവന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ വാപ്പിച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നോമ്പുറക്കട്ടെ. ഞാനിതൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഉമ്മി കുറച്ചുകൂടി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് മോനെ ഇത് ഫോട്ടോ എടുക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കിയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ എന്തോ വലിയ വ്ളോഗ് ചെയ്യുന്ന പോലെ. ഞാനിതൊക്കെ എന്തിനെടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, ജസ്റ്റ് എടുത്തെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജ്യൂസും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്ന് പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഞാനുണ്ടാക്കി കസ്റ്റേർഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കസ്റ്റേർഡാണ്. അപ്പോൾ അത് അന്ന് കഴിച്ചു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അത് കഴിക്കാനൊന്നും നിന്നില്ല. നോമ്പറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.